ബിഗ് ബോസ് സീസൺ 6-ൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന വൈൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ. വർഷങ്ങളായി ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന സായിക്ക് വീടിനുള്ളിൽ ചെന്നാൽ ഗെയിം ഈസിയായി കളിക്കാൻ സാധിക്കുമെന്നും അതുപോലെ കണ്ണിങ്ങിൽ മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നൊക്കെയാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, വൈൽഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ബിഗ് ബോസ് കണ്ട പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ ഓരോ മത്സരാർത്ഥികളുടെയും വീക്ക് പോയിന്റ് എല്ലാം കൃത്യമായി അറിയുമെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഗെയിം കളിക്കാൻ സായിക്ക് സാധിക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. കാറിനുള്ളിലിരുന്ന് റിവ്യൂ പറയുന്നത് പോലെ എളുപ്പമല്ല യഥാർത്ഥ ഗെയിമെന്നും അവിടെ പോയപ്പോഴായിരിക്കും അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുകയെന്നും പരിഹാസങ്ങളുണ്ട്. ഇപ്പോൾ സായി കൃഷ്ണയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിൻ രാധാകൃഷ്ണൻ. ഇൻസ്റ്റഗ്രാമിലൂടെ സായി കാറിനുള്ളിലിരുന്ന് റിവ്യൂ ചെയ്യുന്ന അതേ രീതിയിലാണ് റോബിൻ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നിരിക്കുന്നത്. കാറിലിരുന്ന് റിവ്യൂ പറയുന്നത് പോലെയല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത്. അദ്ദേഹം താൻ ബിഗ് ബോസിലുള്ളപ്പോൾ ഒരുപാട് വലിച്ചു കീറിയിട്ടുണ്ടെന്നും തന്നെ വെച്ച് അരിയുണ്ടാക്കിയിട്ടുണ്ടെന്നും ഇനി താനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കട്ടെ എന്നാണ് റോബിൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കാറിൻ്റെ അകത്താണ്, സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വൈൽഡ് കാർഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു. നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരൻ്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു 3 വർഷം ബിഗ് ബോസ് ഈ ഒരു പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ. റോബിൻ തമാശ രീതിയിലാണ് സംഭവം പറഞ്ഞതെന്ന് പറയുന്നുണ്ടെങ്കിലും വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും സീക്രട്ട് ഏജന്റിന് മനഃപൂർവ്വം കൊടുത്ത മറുപടിയാണെന്ന്. കാരണം സീസൺ 4-ൽ റോബിൻ ഉണ്ടായിരുന്ന സമയത്ത് മാക്സിമം അദ്ദേഹത്തെ വെച്ച് സായി കൃഷ്ണ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നു. ബിരിയാണി അരിയേക്കാൾ വലിയ അരി കുഴിമന്തി അരി എന്നൊക്കെ സായ് റോബിനെ വിശേഷിപ്പിച്ചിരുന്നു. അതിനുള്ള മറുപടി തന്നെയാണ് റോബിൻ ഇപ്പോൾ പങ്കുവെച്ച ഈ വീഡിയോ. വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളവിളാന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ. ഏറെക്കുറെ പ്രേക്ഷകരുടെയും അതുപോലെ റോബിൻ പറഞ്ഞതുപോലെയൊക്കെയാണ് സായിയുടെ അവസ്ഥ. ശബ്ദമുയർത്താൻ പോലും സായിക്ക് ബിഗ് ബോസ് വീടിനുള്ളിൽ സ്പേസ് കിട്ടുന്നില്ല എന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെതായി പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് മേക്കിംഗ് വീടിനുള്ളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെ പറയാൻ മാത്രമായി ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുമ്പോഴുണ്ടായ ആ സംഭവം മാത്രമാണ്. ആദ്യ ദിവസം തന്നെ പുറത്തുള്ള കാര്യങ്ങൾ വീടിനകത്ത് പറഞ്ഞതിന്റെ പേരിൽ വാണിംഗ് കിട്ടിയതുകൊണ്ടാണോ ഈ ഒതുങ്ങിക്കൂടലെന്നും ചിന്തിക്കേണ്ടതുണ്ട്. മറുവശത്ത് സായി ഡയറക്റ്റ് മാനിപ്പുലേഷൻ തന്ത്രമാണ് പുറത്തെടുത്തിരിക്കുന്നതെന്നാണ് ചില ആരാധകർ പറയുന്നത്. വൈൽഡ് കാർഡുകളിൽ സായി ഒഴികെ ബാക്കി എല്ലാവരും ജാസ്മിൻ, ഗബ്രി എന്നിവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സായി ജാസ്മിൻ ഗബ്രി കോംബോയെ പിന്തുണയ്ക്കുകയും അതുപോലെ ഗബ്രിയെ സ്ട്രോങ് പ്ലെയർ ആയാണ് കാണുന്നത്. അതായത് നേരിട്ട് ടാർഗറ്റ് ചെയ്യാതെ അവർക്കൊപ്പം കൂടി അവർക്കിട്ട് തന്നെ പണി കൊടുക്കുക. വന്നപാടെ ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഒരു തരത്തിൽ ഈ ടാർഗറ്റ് ഉദ്ദേശിച്ച് തന്നെയായിരിക്കണം. കാരണം അത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ ഇമോഷണലി ജാസ്മിൻ വീക്ക് ആകുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അത് ഏറെക്കുറെ ജാസ്മിൻ ഇപ്പോൾ എഫക്ട് ചെയ്യുന്നുണ്ട്. അത്തരം രീതി മറ്റാരും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്ന് വ്യക്തമായി അറിയാം. അങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി ആകുവാനും സാധ്യതയുണ്ട്. എന്തായാലും റോബിൻ കൂടി സായിക്കെതിരെ രംഗത്തെത്തിയതോടെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ സായി വരും ദിവസങ്ങളിൽ ആക്റ്റീവ് ആകുമോ അല്ലയോ എന്നൊക്കെയാണ് ചർച്ചകൾ.